ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, പഴയ നിയമത്തിലെ ഒരു പ്രവാചകനാണ് ഹബക്കുക്ക്. അദ്ദേഹം ദൈവത്തിൻ്റെ നീതിയെ ചോദ്യം ചെയ്യുകയും തിന്മ ശിക്ഷിക്കപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ആശ്ചര്യപ്പെടുകയും ചെയ്യുന്ന പ്രവാചകനാണ്. അതിന് ദൈവത്തിൻ്റെ പ്രതികരണമായി വരുന്ന വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഹബക്കുക്ക് 2:3. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. ദർശനത്തിൻ്റെ സന്ദേശം സത്യമാണെന്ന് ഉറപ്പാണ് മേൽപ്പറഞ്ഞ വാക്യങ്ങളിൽ കാണുന്നത്. അത് വൈകിയാലും അതിനായി കാത്തിരിക്കണമെന്ന് പറയുന്നു. ദൈവം ഹബക്കുക്കിന് നൽകുന്ന ഉറപ്പാണ് ഈ വാക്യം. തൻ്റെ പദ്ധതികളും വാഗ്ദാനങ്ങളും കൃത്യസമയത്ത് നിവൃത്തിയേറുമെന്ന് നൽകുന്ന ഉറപ്പ്. കാര്യങ്ങൾ വൈകുന്നതായി തോന്നുകയാണെങ്കിൽ അത് നമ്മുടെ കാഴ്ചപ്പാട് മാത്രമാണ്. ദർശനത്തിന് ഒരു നിശ്ചിത സമയമുണ്ട്. ദർശനം അതിൻ്റെ സമയത്തിനായി കാത്തിരിക്കുന്നതിനാൽ അത് യാഥാർത്ഥ്യമാകാൻ ഇനിയും സമയമായിട്ടില്ല. നീതിമാന്മാർ ഈ വിലയേറിയ വാഗ്ദാനങ്ങളിൽ വിശ്വാസത്താൽ ജീവിക്കും. ദൈവം തൻ്റെ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിൽ വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ സമയം തികഞ്ഞതാണ്. ഹബക്കുക്ക് 2:2 കേൾക്കൂ. യഹോവ എന്നോട് ഉത്തരമരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ഈ വാക്യങ്ങളിൽ നിന്നും അത് ഉടനടി നടക്കില്ല എന്ന് വ്യക്തമല്ലേ? മറക്കാതിരിക്കാൻ എഴുതാൻ ആവശ്യപ്പെടുന്നു. ജോസഫിൻ്റെ സ്വപ്നത്തെക്കുറിച്ച് ഓർക്കുക. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വർഷങ്ങൾ വേണ്ടി വന്നു. ദൈവം നോഹയോട് പെട്ടകം പണിയാൻ ആവശ്യപ്പെട്ടതിന് ശേഷം എത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞാണ് വെള്ളപ്പൊക്കമുണ്ടായത്. അബ്രഹാത്തിനൊരു പുത്രനെ വാഗ്ദാനം ചെയ്തതിന് 100 വയസ്സ് വരെ കാത്തിരിക്കേണ്ടി വന്നില്ലേ? യേശു തിരിച്ചു വരുമെന്ന് വാഗ്ദാനം ചെയ്തിട്ട് 2000-ലേറെ വർഷമായി. എത്ര വൈകിയാലും അതിനായി കാത്തിരിക്കുക എന്നാണ് ഈ വചനഭാഗം നമ്മോട് വ്യക്തമാക്കുന്നത്. സ്നേഹവാനായ ദൈവം നമ്മുടെ പരിമിതമായ കാഴ്ചയും ക്ഷമയില്ലായ്മയും മനസ്സിലാക്കുന്നത് കൊണ്ടാണ് കാത്തിരിക്കാൻ പറയുന്നത്. കാത്തിരിക്കുമ്പോൾ നാം നിത്യത മനസ്സിൽ സൂക്ഷിക്കണം. ഈ വാക്യങ്ങൾ വിശ്വാസികളെ പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടി കാത്തിരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ സമയത്തിലുള്ള വിശ്വാസവും ഉൾപ്പെടുന്നു. സങ്കീർത്തനം 27:14 ശ്രദ്ധിക്കുക. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ചിലപ്പോൾ നമ്മുടെ മുന്നിലുള്ള വഴി കഷ്ടപ്പാടും ദുഃഖവും നിറഞ്ഞതായിരിക്കും. എന്നാൽ നാം കർത്താവിൽ ആശ്രയിച്ചാൽ കർത്താവ് ആഗ്രഹിക്കുന്നിടത്ത് നാം സുരക്ഷിതരായി എത്തിച്ചേരും. റോമർ 8:18 ഇങ്ങനെ പറയുന്നു, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. 1 തെസ്സലോനിക്കർ 4:16-17 പറയുന്നത് പോലെ കർത്താവ് വീണ്ടും വരുന്നത് ദർശനം ലഭിച്ച പൗലോസാണ് ഇത് പറയുന്നത്. അപ്പോൾ ദർശനം പൂർത്തീകരിക്കുന്നതിനിടയിൽ പല ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടാകാം. എത്രയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ഹബക്കുക്കിനെ പോലെ നമുക്കും ഇങ്ങനെ പറയാൻ കഴിയണം. ഹബക്കുക്ക് 3:17-18-19 കേൾക്കുക. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു, ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ഹബക്കുക്കിനെ പോലെ എത്ര കഷ്ടം നിറഞ്ഞാലും നമുക്കും ദർശനങ്ങൾ നിറവേറുന്നതിനായി കാത്തിരിക്കാൻ സഹോദരങ്ങളെ. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.